ഞാൻ എന്റെ പടങ്ങളൊന്നും പിന്നെ ഞാൻ കല്യാണ ശേഷം കണ്ടിട്ടില്ല തോന്നുന്നു. ഞാൻ വിചാരിച്ചു നമ്മള് കാണിച്ചു തന്നിട്ടുണ്ട്. ഒരു വട്ടം കണ്ടിട്ടുണ്ട് നമ്മള്. എനിക്ക് ഓർമ്മ ഞാൻ ചെറുതായിരുന്നപ്പോ ഇങ്ങനെ സ്കൂളിലൊക്കെ പോയി പറയാം എന്റെ അമ്മ ഒരു നടിയൊക്കെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ മലയാളി ഫ്രണ്ട്സിനൊക്കെ വലിയ കാര്യം. സൂരജ് എന്നെ ഒരിക്കലും ഒരു ആക്ട്രസ് എന്നുള്ളതില് കണ്ടിട്ടില്ല. ആദ്യം കണ്ടത് തൊട്ട് തന്നെ ഞാൻ രേണുക എന്ന് പറഞ്ഞിട്ടുള്ളൊരു പെൺകുട്ടി, ആളും എന്നെ ഒരു താരായിട്ട് പരിഗണിക്കണില്ല. അപ്പൊ പിന്നെ ആൾക്കും കാണാനും തോന്നുന്നില്ല സിനിമകൾ. എന്റെ സിനിമ കാണൂ, നിങ്ങൾ എന്ത് സിനിമ കാണൂ എന്ന് പറയാൻ എനിക്ക് തോന്നുന്നില്ല. എൻകരളിൽ താമസിച്ചാൽ മാപ്പ് തരാം രാക്ഷസി, ഇത് കേൾക്കുമ്പോൾ തന്നെ രേണുകയെ എല്ലാവരും തിരിച്ചറിയുന്നതാണ്. കാലിഫോർണിയയില് റിവർ ബാങ്ക് എന്ന് പറഞ്ഞൊരു സ്ഥലത്തില്ല, സ്വാതി ഇങ്ങനെ വിളിക്കും. അമ്മ ഓക്കെ അമ്മ, എന്താ അമ്മ അമ്മ. ഞാൻ എപ്പോഴും അടുത്ത കാര്യത്തിലോട്ട് പോയിട്ടുണ്ട്. അമ്മ അടിക്കുകയാണെങ്കിൽ പോലീസിൽ കേസ് കൊടുക്കാനൊക്കെ അറിയാവോ? ഏഷ്യൻ ഫാമിലികളിലെ പാരന്റ്സ് അത്ര ടെററാണ്, അവർക്ക് അത് 911 വിളിക്കാനുള്ള ധൈര്യം കാണില്ല. പോലീസ് പറഞ്ഞതിന് മുന്നേ നടപടി വീട്ടില് നടക്കുന്നവർക്കറിയാം. ഇനി ഫ്യൂച്ചറിൽ അവരങ്ങനെയാണ് ആവാൻ പോകുന്നത്. കാരണം നമ്മളെ ചെറുപ്പത്തില് നമ്മുടെ പാരന്റ്സിന് എന്തൊരു ടെററാണപ്പാ എന്ന് ഞാൻ വിചാരിച്ചിട്ട് നമ്മളാ ഇതിലോട്ട് എത്തിയപ്പോ നമ്മളും. എനിക്ക് വന്ന് ഒരു 1 month ഒക്കെ കഴിയുമ്പോഴത്തേക്കും എനിക്ക് തിരിച്ച് നമ്മുടെ ബേസിലോട്ട് തിരിച്ചെത്തണം എന്നുള്ളത് തന്നെയാണ്. കാരണം നമ്മുടെ റൂമിലെത്തി നമ്മുടെ ബെഡിൽ കിടന്നുറങ്ങണ ആ ഒരു ഫീല് വേറെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. പരിപ്പും നെയ്യും പപ്പടം സാമ്പാറൊക്കെ കൂട്ടി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്തുകൊണ്ടായിരിക്കും ഈ അമ്മയെ പിടിച്ചെടുത്ത് ഇന്റർവ്യൂ ചെയ്യുന്നതെന്ന് അറിയാലോ? അമ്മ പഴയ നടിയായിരുന്നു. ഒരു പഴയ നടിയായിരുന്നു, ഒരു പഴയ കാലം നടി. മലയാളം സ്കിൽസ് എല്ലാം പുറത്തേക്ക്. എന്താ അമ്മ അഭിനയിക്കാത്ത? അമ്മ അഭിനയിക്കാത്ത വെച്ചാല് ഇപ്പൊ ഞാൻ ബിസി ആണല്ലോ, ഞാൻ അവിടെയാണ് കുട്ടികളുടെ കാര്യം നോക്കി. അല്ലെങ്കിൽ ഇന്റർവ്യൂ ഞാൻ സ്കിപ്പടിക്കുമായിരുന്നു, കാരണം സമയമില്ല, എനിക്ക് സമയക്കുറവുണ്ട്. പക്ഷെ കുട്ടികളുടെ എക്സൈറ്റ്മെന്റ് കാണുമ്പോ ഞാൻ വിചാരിച്ചു ഓക്കെ അന്ന് കല്യാണം കഴിഞ്ഞിട്ടുള്ള എപ്പിസോഡിൽ രണ്ടുപേരെയും കൂടെ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അവരിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അമ്മയുടെ കഥകളൊക്കെ. ഹായ്, കേറി വാടാ മക്കളെ. ഇത് അനിക അല്ലേ? ചെറിയ ആള് അനിക, സ്വാതി. ഹായ്. ഈ കഥയൊക്കെ കേട്ടിട്ട് എന്താ തോന്നി? ഇത് നേരത്തെ കേട്ടിട്ടുണ്ടോ ഈ കഥയൊക്കെ? ഇല്ലല്ലേ? അപ്പൊ വണ്ടറടിച്ചിരിക്കുകയാണോ? ഈ അമ്മ പറഞ്ഞ താരങ്ങളെയൊക്കെ അറിയാവോ? കുറച്ചൊക്കെ. പൃഥ്വിരാജിനെയൊക്കെ അറിയാം അല്ലേ? അത് സിനിമയിൽ കാണാറുണ്ട്. ഈ സിനിമ അവസാനം കണ്ടേ? ആടുജീവിതമൊക്കെ ഉണ്ടോ? ഇല്ല. സിനിമ കാണിക്കില്ല അമ്മ അവിടെ? നമ്മള് ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോ കാണാറുണ്ട്. മലയാള സിനിമ പ്രത്യേകിച്ച് കാണിക്കാറുണ്ടോ? മലയാള സിനിമ കണ്ടിട്ടുണ്ടോ? ഏത് സിനിമയാ കണ്ടേ അവസാനം? ഇന്നലെ നമ്മള് ഗുരുവായൂർ അമ്പലനടയില് കണ്ടു. പൃഥ്വിരാജനുള്ളത്. ആ കഥ പറയണത് കേട്ടായിരുന്നാ? ഫുള്ള് കണ്ട് തീർത്തില്ല. ഫുള്ള് സിനിമ കണ്ട് തീർത്തില്ല അല്ലേ? കണ്ട സിനിമകൾ പറയും നമ്മൾ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറെ സിനിമകൾ ഉണ്ടല്ലോ. പ്രേമലു എന്റെ അടുത്ത് പറയൂ. പ്രേമലു കണ്ടു, എനിക്ക് ഇഷ്ടമുള്ള സിനിമ. നമ്മള് സെറ്റ്. എത്ര വട്ടം കണ്ടു പറയൂ പ്രേമലു? 2 പ്രാവശ്യം കണ്ടു. എന്ത് സ്ക്രീനിലാണ് കണ്ടത്? TV സ്ക്രീനില്. ഓക്കെ. പിന്നെ RDX കണ്ടു. അവളുടെ ഫേവറേറ്റുകൾ അവള് പറയുന്നത്. ഓ, RDX അടിപൊളി. അതിലാരൊക്കെ ഇഷ്ടം? നീരജിന് ഇഷ്ടമാണ്? എല്ലാരും ഇഷ്ടമാണ്. അതൊരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ആൻസർ ആയിരുന്നു. പോട്ടെ. വേറെ സിനിമ? ഓ, രംഗണ്ണൻ. നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ. പാടൂ. ഇല്ലേ? നാണമാണോ? നാണിക്കണ്ട. അമ്മയുടെ കഥയൊക്കെ മനസ്സിലായോ? അമ്മ പറയുന്ന കഥയിലുള്ള ആൾക്കാരെയൊക്കെ അറിയാവോ? അമ്മ ഈ പറയുന്ന നമ്മളെന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുണ്ടോ? അമ്മയുടെ സിനിമ ടിവിയിൽ ഇങ്ങനെ അതിന്റെ ക്ലിപ്സ് വരുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ആ ക്ലിപ്സ് കണ്ടോണ്ടിരിക്കണ്ടായിരുന്നു. എന്നിട്ട് അത് സെർച്ച് ചെയ്യാത്തണ്ടേ? സെർച്ച് ചെയ്യാൻ അമ്മയ്ക്ക് അങ്ങനെ ഇഷ്ടമല്ല, നമ്മളങ്ങനെ സെർച്ച് ചെയ്യണതൊന്നും. അമ്മ +2 പഠിക്കുമ്പോ അഭിനയിച്ചതാ. അതറിയായിരുന്നോ? ആ പടം കാണിച്ചു കൊടുത്തിട്ടില്ല ഇവർക്ക്? ഞാൻ എന്റെ പടങ്ങളൊന്നും പിന്നെ ഞാൻ കല്യാണ ശേഷം കണ്ടിട്ടില്ല തോന്നുന്നു. കണ്ടിട്ടേ ഇല്ല. എന്റെ നീസ് അവിടെ എന്റെ കൂടെ ഒരു നീസ് ഉണ്ട്. അപ്പൊ അവള് ചില സമയത്ത് എനിക്ക് തോന്നുന്നു ഞാൻ വിചാരിച്ചു നമ്മള് കാണിച്ചു തന്നിട്ടുണ്ട്. ഒരു വട്ടം കണ്ടിട്ടുണ്ട് നമ്മള് കണ്ടിട്ടുണ്ട് അല്ലെ? ചെറുതിലെയാ?
അതിപ്പോഴാ? കൊറേ നാളെ. കുറെ വർഷമായി. ആ എന്നിട്ട് വേറെ ഒരു സിനിമ കണ്ടിട്ടില്ല. ഈ ആര്യ സ്റ്റാർ ആണ്, ജയം രവി ഭയങ്കര സ്റ്റാർ ആണ്, പൃഥ്വിരാജ് സൂപ്പർ സ്റ്റാർ ആണ്. അറിയില്ല. അത് മലയാളത്തിലുള്ളവരെ അറിയാം, ആ മറ്റേ തമിഴിലുള്ളവരെ ഒന്നും അങ്ങനെ അറിയില്ല. അറിയില്ല. തമിഴിൽ അറിയണത് എനിക്ക് വിജയ് മാത്രമല്ലേ ഉള്ളൂ. വിജയ് സൂര്യ ആണ്. അമ്മയുടെ കൂടെ അഭിനയിച്ചവരൊക്കെ വലിയ ആൾക്കാരാണ്, വേറെ ലെവൽ ആർട്ടിസ്റ്റുകളായി. അപ്പോ ശരിക്കും ഇത് അഭിനയിക്കുന്ന വിവരങ്ങളൊക്കെ ഏത് പ്രായം മുതലാണ് മനസ്സിലാക്കി തുടങ്ങിയ സ്വാതി? എനിക്ക് ഓർമ്മ ഞാൻ ചെറുതായിരുന്നപ്പോ ഇങ്ങനെ സ്കൂളിലൊക്കെ പോയി പറയാ, എന്റെ അമ്മ ഒരു നടിയൊക്കെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ മലയാളി ഫ്രണ്ട്സിനൊക്കെ വലിയ കാര്യം. അമ്മയെ കുറിച്ച് ചിലപ്പോ അവരുടെ വീട്ടിലൊക്കെ പറയുമായിരിക്കും അല്ലേ? അത് കേട്ടിട്ടുണ്ടാവും. എന്നിട്ട് അമ്മയുടെ കൂടെ കൂടുന്ന ഡാൻസിന്റെ കാര്യത്തിലാണോ? ഡാൻസ് ചെയ്തവരെ എത്തി എന്തൊക്കെയാണ് പഠിക്കണേ? എങ്ങനെയാ പഠിക്കണേ? ഓൺലൈൻ ആണോ? ഭരതനാട്യം അമ്മയുടെ നിന്ന് പഠിക്കും. പിന്നെ കുച്ചിപ്പുടി ഞാൻ ഇവിടെ നാട്ടിലുള്ള ഒരു ടീച്ചറുടെ നിന്ന് നമ്മൾ രണ്ടുപേരും ഓൺലൈനായിട്ട് പഠിക്കും. വിജില ബാലകൃഷ്ണൻ ടീച്ചറുടെ പേര്. അങ്ങനെയാണ് പഠിത്തം. ബാക്കി എന്തൊക്കെ കാര്യത്തിലാണ് അമ്മയായിട്ട് അടിയുള്ളത്? ഫോൺ തരില്ല, ഇല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ കുറച്ച് റെസ്ട്രിക്ഷൻ ഉണ്ട്. റെസ്ട്രിക്ഷൻ വെക്കേണ്ട അച്ഛനാണ്. ഇൻസ്റ്റേ കയറുന്നതിന് ഒരു സമയം ഉണ്ടാവും. അങ്ങനെയൊന്നും ഇല്ല, ലൈക്ക് കൂടുതൽ അങ്ങനെ പോസ്റ്റ് ചെയ്യണ്ട അങ്ങനെയൊക്കെ. ഓ, ഇൻസ്റ്റേ കയറാം, പോസ്റ്റ് ഒന്നും വേണ്ട, അങ്ങനെ ഒരു വഴിയിലേക്ക് പോകണ്ട എന്നുള്ളതാണ്. എത്ര വയസ്സ് വരെ? അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ റെസ്ട്രിക്റ്റഡ് ആണ്. അപ്പൊ നിങ്ങളുടെ എന്റർടൈൻമെന്റ് എന്താ? ടിവി കാണും, ഗെയിംസ് കളിക്കും, അങ്ങനെയൊക്കെ. അപ്പൊ കൂടെ കളിക്കും. അപ്പൊ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടോ? അവിടെ അമേരിക്കയില്. നമ്മുടെ കാലിഫോർണിയയില് നമ്മള് റിവർ ബാങ്ക് എന്ന് പറഞ്ഞ സ്ഥലത്തിലാ. ഭയങ്കര സിറ്റി ആണോ? ഒരു കുറച്ചുകൂടി സബർബ് ഏറിയ. നമ്മുടെ തൊട്ട് മുന്നിലുള്ള വീട്ടിൽ എന്റെ ഫ്രണ്ട് ഉണ്ട്, തൊട്ട് സൈഡിലുള്ള വീട്ടില് ഇവളുടെ 2 ഫ്രണ്ട്സ് ഉണ്ട് അല്ലേ. അങ്ങനെ. അവരൊക്കെ ഏത് നാട്ടുകാരാണ്? ഇപ്പുറത്തെ സൈഡിൽ ഒരു മെക്സിക്കൻ ഫാമിലിയും നമ്മുടെ മുന്നിലുള്ള സൈഡില് ഒരു ഫിജി ഇന്ത്യൻ ഫാമിലിയാണ്. അങ്ങനെ നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന ആൾക്കാരാ? എന്റെ മുന്നില് ഉള്ള ആ വീട്ടില് എന്റെ കൂടെ തന്നെ പഠിക്കണ ഒരു കുട്ടിയാ. അപ്പൊ നമ്മള് രണ്ടുപേരാണ് എപ്പോഴും ഒരുമിച്ച്. സ്കൂൾ അടുത്താണോ? എങ്ങനെ പോവാ അപ്പൊ സ്കൂളിലേക്ക്? രാവിലെ കാറിൽ പോകും. വീട്ടിൽ നിന്ന് കൊണ്ടുവിടുവോ? അവിടുത്തെ ഒരു ലൈഫ് അവിടെ അങ്ങനെയാണ്. അവിടെ നമ്മള് എന്താ വെച്ചാല് നമുക്ക് ഹോം സ്കൂൾസ് കാണും. അപ്പോൾ നമ്മുടെ അഡ്രസ് വെച്ചിട്ട് ഈ അഡ്രസ്സിന് ഇന്ന എലിമെന്ററി സ്കൂള്, ഇത് മിഡില്, ഇത് അങ്ങനെ അസൈൻഡ് സ്കൂൾസ് കാണും. അപ്പൊ നമ്മളെല്ലാം തന്നെ അത്ര ദൂരെ അല്ലാണ്ട് ഇവിടുത്തെ പോലെ നമുക്ക് ഇഷ്ടമുള്ള ഒരു സ്കൂളിൽ കൊണ്ട് ചേർത്താം. അങ്ങനെ ചേർത്തണമെങ്കിൽ നമ്മൾ പ്രൈവറ്റിൽ കൊണ്ട് ചേർത്താം. പക്ഷെ ഗവൺമെന്റിന്റെ ആണെങ്കിൽ ഇങ്ങനെയാണ്, നമുക്ക് ഹോം സ്കൂളുകൾ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഇങ്ങനെ ആൾക്കാർ വീടുകൾ വാങ്ങുകയൊക്കെ ചെയ്യുമ്പോൾ നല്ല സ്കൂളുകൾ നോക്കിയിട്ട് ആ സ്കൂള് കിട്ടാൻ അസൈൻഡ് ആയിട്ട് അങ്ങനെയുള്ള വീടുകൾ നോക്കിയിട്ടാണ് അവിടുത്തെ ഒരു രീതി അങ്ങനെയാണ്. അപ്പോൾ നല്ല സ്കോറുള്ള സ്കൂളുകളാണെങ്കിൽ ആ ഭാഗത്തുള്ള വീടുകൾക്കൊക്കെ വില കൂടുതലായിരിക്കും. അങ്ങനെയൊക്കെയാണ് അവിടുത്തെ ഒരു രീതികൾ. അപ്പോൾ നമുക്ക് അസൈൻ സ്കൂൾസ് ഉണ്ട്, അതെല്ലാം നമ്മുടെ വളരെ അടുത്ത് തന്നെയായിരിക്കും. നടന്നു പോകാൻ പറ്റില്ല, കാറിൽ പോകണം. അപ്പോൾ നമ്മൾ തന്നെയാണ് ഡ്രൈവറും സ്കൂൾ ബസ്സും എല്ലാം നമ്മൾ തന്നെയാണ്, നമ്മൾ കൊണ്ടുവിടും. പിന്നെ അപ്പുറത്തും ഇപ്പുറത്തും ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ കാലത്ത് അവർ കൊണ്ടുവിടുകയാണെങ്കിൽ നമ്മൾ വിളിച്ചു കൊണ്ടുവരും. അങ്ങനെ നമ്മൾ കാർ പൂളിംഗ് എന്ന് പറഞ്ഞ ഒരു പരിപാടി ഉണ്ട്. അങ്ങനെ അപ്പോൾ സിറ്റിയിലൊക്കെ പോകുന്നതിന് ഒരു വീക്ക് ഡേയ്സിൽ അല്ലെങ്കിൽ വീക്കെൻഡ്സിൽ പോകുമായിരിക്കും അല്ലേ? അങ്ങനെയില്ല, ഞങ്ങൾ പണ്ടൊരു ബേരിയ എന്ന് പറഞ്ഞൊരു സ്ഥലത്തായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അവിടെ നിന്ന് നമ്മൾ കുറച്ച് ഉള്ളിലോട്ട് വേറെ ഒരു സ്ഥലത്തോട്ട് മാറുകയാണ് ചെയ്തത്. അപ്പൊ നമ്മള് അത് സിറ്റി അങ്ങനെയുള്ള ഇതില്ല, കാരണം എല്ലാവരുടെയും അവൈലബിൾ ആണ്. അതെ, അപ്പൊ അതുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് പോവാ ഇങ്ങോട്ട് പോവാ അങ്ങനെയുള്ളതില്ല. അപ്പൊ ബേരിയക്ക് ഞാൻ എന്റെ ഡാൻസ് സ്കൂൾ ഇപ്പോഴും ബേരിയയിലാണ്. അപ്പൊ ഞാൻ ക്ലാസ് എടുക്കാനായിട്ട് ഞാൻ സൺഡേസ് ഞാൻ ബേരിയക്ക് പോവും. അങ്ങനെ എല്ലാ നാട്ടുകാരെയും പഠിപ്പിക്കോ അതെ നമ്മളെ ആൾക്കാരാണോ? എന്റെ സ്റ്റുഡൻസ് എല്ലാവരും തമിഴിയൻസ് ഉണ്ട്, പക്ഷെ അതല്ലാണ്ട് മെജോറിറ്റി മലയാളീസ് ആണ്, മലയാളി കുട്ടികളാണ്. അത് മേ ബി എന്നെ ഇങ്ങനെ ഈ മലയാള സിനിമയൊക്കെ ചെയ്തുകൊണ്ട് അറിയുന്നതുകൊണ്ടാണ് എല്ലാ ഒരുപാട് പേര് എൻ്റെ അടുത്ത്. അങ്ങനെ ഒരു ഫേസ് ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരു ഗുണം ഉണ്ടായില്ലേ, മാർക്കറ്റ് ചെയ്യാൻ പറ്റും. പാരന്റ്സിനൊക്കെ അറിയാം. അതെ അതെ. മുതിർന്ന ആൾക്കാരും വരുന്നുണ്ടോ പഠിക്കാൻ? അഡൽസും പഠിക്കുന്നുണ്ട്. നല്ല പരിപാടിയാണ്. അതെ, ഇപ്പൊക്കെ ഈ ഓൺലൈൻ ക്ലാസ്സസും ഉണ്ടല്ലോ. അപ്പൊ ഈ കോവിഡിന് ശേഷം
അപ്പൊ ഈ കുറച്ചുകൂടി അഡൽസിനൊക്കെ അവരതാ പ്രിഫർ ചെയ്യുന്നത്. അവർ ഓൺലൈൻ പഠിക്കും, എന്നിട്ട് മന്ത്ലി വൺസ് അവര് ഇൻ പേഴ്സൺ ക്ലാസ് അവർക്ക് ചെയ്തു കൊടുക്കും. അത് കുറച്ചുകൂടി അമ്മമാർക്കൊക്കെ അവർക്ക് വന്ന് എല്ലാ ആഴ്ചയും വന്ന് പഠിക്കുന്നതിനേക്കാളും അവർ വീട്ടിൽ തന്നെ ഇരുന്നുകൊണ്ട് കമ്പ്യൂട്ടർ എടുത്ത് വെച്ച് അവർ പഠിക്കുന്നതാണ് അവർക്ക് കുറച്ചുകൂടി സൗകര്യം. അവർക്കപ്പോൾ പോയി വരുന്ന സമയമെല്ലാം ലാഭിക്കാം. അപ്പൊ അവർക്കും പഠിക്കണം എന്നുണ്ട്. നമ്മുടെ മക്കളെ നമ്മൾ എത്ര സമയമില്ലെങ്കിലും അത്ര എഫേർട്ട് ഇട്ട് നമ്മൾ ഡ്രൈവ് ചെയ്ത് ക്ലാസ്സിന് കൊണ്ടുപോകും, അവിടെ നിന്ന് നമ്മൾ പിക്ക് ചെയ്യും. പക്ഷെ അത് നമ്മുടെ കാര്യം വരുമ്പോ അതിൽ നമ്മൾ മടി പിടിക്കും. അപ്പോ എല്ലാവർക്കും പിന്നെ കാരണം കുട്ടികളുടെ കാര്യങ്ങളും എല്ലാം തീരുമ്പോ തന്നെ അവർക്ക് സമയം കിട്ടുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഞാനിങ്ങനെ ചെയ്യുന്നത് ഓൺലൈനാണ് അവർ പഠിക്കുന്നത്. അഡൽട്സ് ഒരുപാട് ലേഡീസ് അവരെല്ലാം ചെറുപ്പത്തില് പലരും പഠിക്കണം എന്ന് ആഗ്രഹിച്ചിട്ട് അപ്പൊ അവർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാണ്ട് പഠിക്കാനും പറ്റാതെ പോയവരൊക്കെ അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ ഒരുപാട് പേര് പഠിക്കുന്നുണ്ട്. അമ്മയുടെ അടുത്ത് എന്തിനാ ഏറ്റവും കൂടുതൽ അടി കൂടുന്നത് അനിക? അങ്ങനെ അടി കൂടില്ല. അടി തിരിച്ചു കിട്ടുന്ന എന്തിനാ അപ്പൊ? കുറുമ്പ് കാണിക്കും. എന്ത് കുറുമ്പ കാണിക്കാ പൊതുവിൽ? ഞാൻ അമ്മ പറയും ഗ്ലാസ് ഡ്രോപ്പ്, പക്ഷെ ഞാൻ ആക്സിഡന്റ് ഇങ്ങനെ ഡ്രോപ്പ് ചെയ്ത എനിക്ക് ഇങ്ങനെ ഗ്ലാസ് കയ്യിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യുമ്പോഴോ അങ്ങനെയൊക്കെ അങ്ങനെ ഒരു പരിപാടി കെയർലെസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് അതിനാണ് വഴക്ക് കിട്ടുന്നത്. അത് നമ്മുടെ തെറ്റല്ലല്ലോ അല്ലേ, പറ്റിപ്പോണതല്ലേ അല്ലേ? വെള്ളം സ്പിൽ ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെറിയ കാര്യമില്ല. എന്ന് വഴക്ക് പറയാൻ പാടില്ല. ചോക്ലേറ്റ് റാപ്പുകള് ട്രാഷിലിടാണ്ട് അത് നമ്മള് രണ്ടുപേരുണ്ട്. എന്തിനാ സ്വാധീനത്തിനൊക്കെ വഴക്കുണ്ടാക്കുന്നത്? അതുപോലെ തന്നെ കുറുമ്പ് കാട്ടുമ്പോ അമ്മ പറയണ കേക്കാത്തപ്പോ ഇങ്ങനെ മിഠായി കഴിച്ചിട്ടൊക്കെ റാപ്പർ അവിടെ ഇടുമ്പോ വഴക്ക് കിട്ടും. ബേസിക്കലി മെസ്സി ആക്കി ഇടുമ്പോ പിന്നെ ഡാൻസ് പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ അത് ആൾക്കറിയാം. പഠിക്കാത്തതിനൊന്നും വഴക്കൊന്നും ഇല്ലല്ലേ, നമ്മൾ പഠിച്ചോളൂ. അതൊക്കെ തന്നെ ചെയ്യുന്നത്. ഡ്രസ്സൊക്കെ വാഷ് ചെയ്യുന്നത് സ്വന്തമായിട്ടാണോ അമ്മയാണോ? അമ്മയാണ് എല്ലാത്തിനും സഹായിക്കുന്നത് അല്ലേ? എന്നിട്ട് അവിടെ ഇവിടെയൊക്കെ വലിച്ചു വാരി ഇടുന്നതിന് മാത്രം ചീത്ത കിട്ടുള്ളൂ. ഇവളെന്നെ നല്ലോണം കളിയാക്കും. ഞാൻ പറയുന്ന ഡയലോഗ്സ് ഒക്കെ അതുപോലെ അവള് പറയും. അതാണ് അവൾക്ക് എനിക്കറിയാം, അവൾ അകത്ത് ചിരിക്കുകയാണ് അമ്മ എന്ന് പറയുമ്പോ. എന്താണത് പറഞ്ഞ് കേക്കട്ടെ, എന്തൊക്കെയാണ് അമ്മയുടെ വിദ്യത്തരങ്ങൾ കേക്കട്ടെ. ഇവിടെ എന്നിട്ട് ഇൻസ്റ്റയിൽ നിന്ന് എനിക്ക് ഓരോന്നൊക്കെ ഫോർവേഡ് ചെയ്യും, ഓരോ റീലൊക്കെ. അതായത് ഞാൻ അതുപോലെയാണ് നമ്മളെ വിളിക്കും, എന്നിട്ട് നമ്മൾ എന്താ അമ്മ എന്നിട്ട് ഒന്ന് ചോദിക്കുമ്പോ ഒന്നും പറയില്ല. അതാണ് വെറുതെ വിളിക്കും, എന്നിട്ട് എന്താന്ന് പറയില്ല. അതെന്താ പറയാത്തെ? എന്താ പറയാത്തെ? എന്താ സ്വാതി എനിക്ക് മനസ്സിലായില്ല. ഇങ്ങനെ എന്താ സ്വാതി ഇങ്ങനെ വിളിക്കും. അമ്മ ഓക്കെ അമ്മ എന്താ അമ്മ അമ്മ. ഞാൻ എപ്പോഴും അടുത്ത കാര്യത്തിലോട്ട് പോയിട്ടുണ്ട്. അത് എപ്പോഴും ആണ് അല്ലേ? അത് നമ്മളെ ഭക്ഷണമൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് നമ്മള് വിളിച്ചു കഴിഞ്ഞാൽ ഇവര് വരില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാല് ദോശ എടുത്ത് വെക്കുന്നതിന് മുന്നേ ദോശ ഉണ്ടാക്കാൻ കല്ല് ചൂടാക്കാൻ വെക്കുമ്പോ തന്നെ ഞാൻ വിളിക്കും. എന്നാലേ ദോശയായി വെച്ച് തണുത്ത് ആറുമ്പോഴേക്കും ഇവര് അവിടെ നിന്ന് എത്തുള്ളൂ കഴിക്കാനായിട്ട്. അപ്പൊ അതായിരിക്കും അവൾ ഉദ്ദേശിച്ചത്. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണോ? അതായത് നിങ്ങൾ തമ്മിൽ അടി ഉണ്ടോ? എന്തിനാ അത് ഏറ്റവും കൂടുതൽ അടി? ഇവളെന്റെ സാധനങ്ങൾ എടുക്കും. എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും. എന്റെ കള്ളം പറയാം, എടുത്തില്ല എന്ന് പറയാം. എന്നിട്ട് കള്ളം പറയുമോ? പറയും സത്യം. അതങ്ങനെ എടുക്കാൻ ആഗ്രഹം തോന്നുവല്ലേ അല്ലേ? ചെറിയ കുട്ടികളാകുമ്പോ അങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്ക്. ചെറിയ കുട്ടിയാകുമ്പോ അങ്ങനെയാണ്, അനിയത്തി കുട്ടിയാകുമ്പോ പ്രത്യേകിച്ചും അങ്ങനെ തന്നെയാണ്. ഇതൊക്കെ എടുക്കും അല്ലേ? നമ്മൾ ഇനി എടുക്കും, നമുക്ക് അതിന്റെ അവകാശമുണ്ട്. നമ്മൾ കേസ് കൊടുക്കുമെന്ന് പറയാം. അമ്മ അടിക്കുകയാണെങ്കിൽ പോലീസിൽ കേസ് കൊടുക്കാനൊക്കെ അറിയാവോ? അങ്ങനെയൊക്കെ നിയമമുണ്ട്. അതറിയോ? അതറിയില്ലേ? അതന്നെ ചോദിച്ചത്, അതാണ് ചോദിച്ചത്. ഇവിടെ ഇപ്പൊ അതൊക്കെ കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. 911 വിളിക്കാനുള്ള ധൈര്യം ഇല്ല. ആണല്ലേ? സ്കൂളിൽ പറഞ്ഞു തരൂല്ലേ ഇങ്ങനെ പാരന്റ്സ് ഒക്കെ ഇങ്ങനെ? ഏഷ്യൻ കുട്ടികൾക്ക്, ഇന്ത്യൻ കുട്ടികളൊക്കെ അതിൽ വരും. ഏഷ്യൻ കുട്ടികൾ എന്ന് പറയുന്നത് ഏഷ്യൻ ഫാമിലികളിലെ പാരന്റ്സ് അത്ര ടെററാണ്. അവർക്ക് 911 വിളിക്കാനുള്ള ധൈര്യം കാണില്ല. പോലീസ് പറഞ്ഞതിന് മുന്നേ നടപടി വീട്ടില് നടക്കുന്നവർക്കറിയാം. എന്താ പേടിപ്പിച്ചു വെച്ചൊക്കെയാണ് കേട്ടോ. അമേരിക്ക കുറച്ചുകൂടെ നിങ്ങൾക്ക് അനുകൂലമായ നിയമങ്ങളുണ്ട്, മനസ്സിലാക്കി വെച്ചു. അമ്മയെ നമുക്ക് പിടിക്കാം. അതൊക്കെ അറിയാം, പ്രയോഗിക്കുന്നില്ല എന്നേ ഉള്ളൂ അല്ലേ? പ്രയോഗിക്കേണ്ട ഘട്ടം വന്നിട്ടില്ല.
നോക്കാം, നമുക്കൊന്ന് വെരട്ടിയൊക്കെ നോക്കാം. ഇത് നിങ്ങൾ ശരിയായി. എവിടെയെങ്കിലും അവിടെ ഞാൻ കേട്ടിട്ടില്ല എത്ര കാലമായിട്ട് ജീവിച്ചിട്ട് ഒരു ഏഷ്യൻ ഫാമിലിന്നും ഒരു കുട്ടീനെ 911 വിളിച്ചതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ഇല്ലല്ലേ? അല്ലാതെ അവിടുത്തെ സിറ്റിസൺസ് ഒക്കെ വിളിക്കുമായിരിക്കും. അവിടുത്തെ ഇതിലൊക്കെ ഞാൻ ഒരുപാട് കേട്ടിട്ടും നമ്മൾ ന്യൂസ് വായിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഒരു ഏഷ്യൻ ഫാമിലിയിലും എന്റെ അറിവിൽ വിളിച്ചതായിട്ടില്ല. അതൊക്കെ കാര്യമായിട്ടുള്ള കാര്യത്തിന് തന്നെ കുട്ടികൾ വിളിക്കല്ലേ? കുറച്ചുകൂടി അതെ. നമ്മുടെ ഏഷ്യൻ പാരന്റിങ് പൊതുവെ ഒരു നമ്മൾ ഈ ട്രോളിലൊക്കെ കാണുന്ന പോലെ അത് എന്ത് ചെയ്താലും അത് മാറില്ല. അത് കുട്ടികൾക്ക് അറിയാം. അപ്പൊ ഇനി ഫ്യൂച്ചറിൽ അവരങ്ങനെയാണ് ആവാൻ പോകുന്നത്. കാരണം നമ്മള് ചെറുപ്പത്തില് നമ്മുടെ പാരന്റ്സിന് എന്തൊരു ടെററാണപ്പാ എന്ന് ഞാൻ വിചാരിച്ചിട്ട് നമ്മളാ ഇതിലോട്ട് എത്തിയപ്പോ നമ്മളും ടെററായി. മാറ്റിയെടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. നമ്മളൊന്ന് ശ്രമിച്ചാൽ മാറും കേട്ടോ. ഞാൻ ചിലപ്പോഴൊക്കെ ഉപദേശിക്കാറുണ്ട്. അങ്ങനെ ഉപദേശിച്ച് നന്നാക്കി എടുക്കണം. ശരിക്കും നിങ്ങളുടെ ഹീറോസ് ആരൊക്കെയാ? ഇത് നിങ്ങളിപ്പോ കോമിക്സ് ആണോ അതെ എന്തിലാ, സിനിമയാണോ, ഏതിലാ കൂടുതൽ കാണുന്നതൊക്കെ? അങ്ങനെ ഇപ്പൊ ഇങ്ങനെ കൊറേ നാളായിട്ട് പടങ്ങളൊന്നും കാണാറില്ല. ഹീറോ എന്ന് പറഞ്ഞ അച്ഛനമ്മ തന്നെയാ. അങ്ങനെ പടങ്ങളിലൊന്നും ലൈക്ക് അഡ്മയർ ചെയ്യുന്ന അവരങ്ങനൊന്നും ഇല്ല. എങ്കിലും കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ ഫോളോ ചെയ്യുന്ന? കൂടുതൽ K-pop ആണ്. സംസാരിക്കുന്ന കേട്ടു. K-pop ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് രണ്ടുപേർക്കും. എന്നിട്ട് രണ്ടുപേരും തമ്മിൽ അതിലെ സ്റ്റാറുകൾ തമ്മിലുള്ള അടിയുണ്ടോ? അതെ, രണ്ടുപേർക്കും ഒരേപോലെ തന്നെ? നമ്മൾ ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ എനിക്ക് ഈ പേഴ്സണെ ഫേവറേറ്റ്, എനിക്ക് ഈ പേഴ്സൺ ഇഷ്ടപ്പെടാൻ പാടില്ല. അപ്പൊ അവള് അപ്പൊ എനിക്ക് ഈ പേഴ്സണെ ഇഷ്ടം, ചേച്ചിക്ക് ഈ പേഴ്സൺ ഇഷ്ടപ്പെടാൻ പാടില്ല. അങ്ങനെയാണ്. ഓ അങ്ങനെയാണ്. അപ്പം ഇപ്പോ ആരൊക്കെയാണ് നിങ്ങളുടെ രണ്ടുപേരുടെയും ഫേവറേറ്റ്സ്? രണ്ടുപേർക്കും ഫേവറേറ്റ് ആയിട്ട് ഒരേ ആളായിട്ടില്ല. അല്ലാനും രണ്ടുപേരാണ് അല്ലേ? എന്തൊക്കെയാ പ്രത്യേകതകൾ പറഞ്ഞേ? എനിക്ക് ഈ ഏരിയ വലിയ ധാരണയില്ലാത്തൊരു ഏരിയ. നിങ്ങളൊന്ന് പഠിക്കാൻ നോക്കട്ടെ. ഫേവറേറ്റ് ഗ്രൂപ്പ് ഐവ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ആണെങ്കിൽ എന്റെ ഫേവറേറ്റ് പേഴ്സൺ വൺയങ് ആണ്. ഇവളുടെ ഫേവറേറ്റ് പേഴ്സൺ ഇതെന്താ രണ്ടുപേർക്കും എന്താ പ്രത്യേകത? രണ്ടുപേരും പറഞ്ഞേ. രണ്ടുപേരും തമ്മിൽ എന്താ? ഞാൻ ആദ്യം എന്റെ പേഴ്സൺ പിക്ക് ചെയ്തു. ബിക്കോസ് എനിക്ക് ഭയങ്കര ഇഷ്ടം, ഭയങ്കര പ്രിറ്റി ഒക്കെയാണ്, ഭയങ്കര ക്യൂട്ടൊക്കെയാണ്. അപ്പൊ അവൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് ലീസോന് ഇഷ്ടമായിരുന്നു. എന്നിട്ട് അവള് ലീസോന് അവളുടെ ബയസ് ആക്കി. ബയസ് എന്ന് പറയുമ്പോൾ ലൈക്ക് നമ്മുടെ ഫേവറേറ്റ് പേഴ്സൺ ഇതാണ് എന്നങ്ങനെ പറയും. അങ്ങനെ നമ്മള് പണ്ട് ഈ ക്രിക്കറ്റേഴ്സിനെയും സൽമാൻ ഖാനെയും ഋതിക് റോഷനെയൊക്കെ നമ്മൾ പോസ്റ്റർ ഒട്ടിക്കുമായിരുന്നല്ലോ റൂമില്. അതുമാതിരി ഇവളുടെ മുറിയിൽ കയറി കഴിഞ്ഞാൽ ഫുള്ള് K-pop താരങ്ങളായിരിക്കും മൊത്തം ഉണ്ടാവും. രണ്ടുപേരുടെ റൂമിലുണ്ടോ? ഇവളുടെ മുറിയിൽ ഡ്രോയിങ്സ് പെയിന്റിങ്സ് ഒക്കെ ഉള്ളത്. എന്റെ മുറിയിൽ ഫുള്ള് സ്ട്രേ കിഡ്സ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിന്റെ പോസ്റ്റേഴ്സ് എല്ലാവരുടെയും. അപ്പൊ സ്കൂളിലും പോയിട്ട് അവർക്കൊക്കെ വേണ്ടിയിട്ട് വാദിക്കലും അടിയുണ്ടാക്കലും ഒക്കെ ഉണ്ടാവുമല്ലേ? ഫൈറ്റ് ഉണ്ടോ? ഇല്ല. ഫാൻസ് ഫൈറ്റ് ഒന്നും ഇല്ല നിങ്ങൾ തമ്മിൽ? ഫാൻസ് ഫൈറ്റ് ഒന്നും ഇല്ല. എന്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും K-pop തന്നെ ഇഷ്ടം. പക്ഷെ അങ്ങനെ ഇന്ന പേഴ്സൺ അവര് എന്റെ അത്ര ഇഷ്ടമല്ല. അവര് തന്നെയാണ് ആദ്യം എന്നെ K-popലേക്ക് കൊണ്ടുവന്നത്. എന്നിട്ട് അവരെന്നെ കളിയാക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. ബിക്കോസ് എനിക്ക് കൂടുതൽ ഭയങ്കര ഡാൻസ് ഭയങ്കര ഇഷ്ടം. അപ്പൊ ഞാൻ എല്ലാത്തിന്റെ ഡാൻസ് ഇങ്ങനെ പഠിച്ചേക്കും. എന്നിട്ട് അവരാണെങ്കിൽ എന്നെ സപ്പോർട്ടും ചെയ്യും. അവർക്ക് ഞാൻ അയച്ചു കൊടുക്കും. എന്റെ സ്കൂളിൽ ചെല്ലുമ്പോൾ ഇങ്ങനെ നമ്മൾ തമ്മിൽ ഇങ്ങനെ കളിയാക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്ക് ഈ പേഴ്സൺ ഇഷ്ടമാവും, എനിക്ക് ഈ പേഴ്സൺ ഇഷ്ടം, അങ്ങനെ കളിയാക്കാറുണ്ട്. അടിപൊളി. ഇവിടെ ഇടയ്ക്ക് വന്നു പോവല്ലേ? ഇവിടെ വരുമ്പോ ആരുമായിട്ടാണ് കൂടുതൽ? അമ്മയുടെ വീട്ടില് അമ്മയുടെ ചേട്ടന്റെ മോൻ, സോ നമ്മുടെ കസിൻ ഋഷി. അങ്ങനെ എന്നിട്ട് അച്ഛന്റെ വീട്ടിൽ പോകുമ്പോ ഇപ്പൊ അവിടെ അച്ഛന്റെ അനിയത്തിയുടെ കുട്ടികളുണ്ട്. അപ്പൊ നമ്മുടെ കസിൻസ് ഉണ്ട്, 3 പേരുണ്ട്. അവിടെ പോയിട്ട് അവര് വിളിച്ചൊക്കെ സംസാരിക്കലൊക്കെ ഉണ്ടോ? ഇടയ്ക്കൊക്കെ വിളിക്കോ? ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട്. നാട്ടിൽ വരുമ്പോ നിങ്ങക്ക് എന്താ ഒരു ഫീൽ? എന്താ ഇവിടെ വരുമ്പോ തിരിച്ചു പോകണം എന്നുള്ളൊരു ആഗ്രഹമാണോ? തിരിച്ച് അവിടെ പോകുന്നതിനെ കുറിച്ചായിരിക്കും ആലോചിക്കുക? കുറച്ച് നാൾ ഇവിടെ വന്നിരിക്കുമ്പോ പിന്നെ എനിക്ക് തിരിച്ചു പോകണം. എല്ലാരൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഓക്കെ എല്ലാരെയും കണ്ടു, നീ നമുക്ക് വീട്ടിൽ പോവാം. വീട്ടിൽ പോവാം. അതാണ് അതാണ് ശരിക്കുള്ള ആൻസർ. ശരിക്കും രേണുകയുടെ മനസ്സിനകത്തും ഇപ്പൊ അങ്ങനെ തന്നെയാണോ? തിരിച്ച് നമുക്ക് പോവാം എന്നുള്ളതായിരിക്കും. എനിക്ക് വന്ന് ഒരു 1 month ഒക്കെ കഴിയുമ്പോഴത്തേക്കും എനിക്ക് തിരിച്ച് നമ്മുടെ ബേസിലോട്ട് തിരിച്ചെത്തണം എന്നുള്ളത് തന്നെയാണ്. കാരണം നമ്മുടെ റൂമിലെത്തി നമ്മുടെ ബെഡിൽ കിടന്നുറങ്ങണ ആ ഒരു ഫീല് വേറെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. 1 month ഒക്കെ നമുക്ക് നല്ല രസമാണ്. ഇവിടെ വന്ന് അവിടെ പോയി ഇങ്ങനെ കറങ്ങി അടിച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് അമ്മ ഉണ്ടാക്കിയ നമ്മുടെ ഫേവറേറ്റ് ഫുഡൊക്കെ കഴിച്ച് അതൊക്കെ എല്ലാം കഴിഞ്ഞ് എല്ലാം ഒന്ന് എത്തി അതെല്ലാം കവർ ചെയ്ത് കഴിഞ്ഞാല് പിന്നെ 1 മാസമൊക്കെ കഴിയുമ്പോഴത്തേക്കും തിരിച്ചു പോകണം തന്നെയാവും. നിങ്ങൾ അഭിനയിച്ച പാട്ട് സുഖമാണി നിലാവ് നമ്മൾ നൊസ്റ്റായിട്ട് കരുതുമ്പോൾ നിങ്ങൾ നൊസ്റ്റായിട്ട് കരുതുന്നത്
അമേരിക്കയിൽ പോയിട്ട് നിങ്ങളുടെ ബെഡിൽ കിടന്നുറങ്ങുന്നതിനെ കുറിച്ചാണ്. അതിന്റെ ഒരു കോൺട്രഡിക്ഷൻസ് മനസ്സിലായി. പക്ഷെ അങ്ങനെ അത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഞാൻ എല്ലാ വർഷവും ഞാൻ നാട്ടിൽ വരുന്ന ആളാണ്. 10 മാസം കൂടുമ്പോ ഞാൻ നാട്ടിൽ വരും. അതാണ്. അപ്പൊ എന്നിട്ട് ഞാൻ ഇവിടെ പണ്ടൊക്കെ 2 മാസം സ്പെൻഡ് ചെയ്യും. ഇപ്പൊ കുട്ടികളുടെ ഇവളിപ്പോ ഹൈസ്കൂളൊക്കെ ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ അത്രയും ലോങ് ആയിട്ടൊന്നും നിൽക്കാൻ പറ്റാറില്ല. അപ്പൊ 10 മന്ത്സ് അമേരിക്ക, 2 മന്ത്സ് നാട്ടില്. അങ്ങനെയാണ് എന്റെ ഇത്ര കാലമായിട്ട് റീസെന്റ് വരെ അങ്ങനെയായിരുന്നു. അപ്പൊ ആ ഒരു ജാനൊക്കെ ആകുമ്പോഴത്തേക്കും എനിക്ക് പിന്നെ നാട്ടിൽ വരണമെന്ന് ഭയങ്കര ആഗ്രഹ. നമ്മൾ ഇവിടുന്ന് ഒരു ഓഗസ്റ്റിൽ പോയി കഴിഞ്ഞ് ആ ഡിസംബർ ആ ഒരു വർഷം കഴിഞ്ഞ് ജനുവരി ഫെബ്രുവരി തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ ഞാനിങ്ങനെ ഓക്കെ ഇനി മാർച്ച് ഏപ്രിൽ മെയ് 3 മാസം കൂടി ഉണ്ട്, എനിക്ക് നാട്ടിൽ പോകണം, എനിക്ക് നാട്ടിലെ അമ്മയെ കാണണം, അല്ലെങ്കിൽ നാട്ടിൽ ഇന്ന ഇത് വീട്ടിൽ ഇന്ന ഫുഡ് കഴിക്കണം. ഭയങ്കരമായിട്ട് മിസ് ചെയ്യും ആ സമയത്ത്. അത് ഇവൾക്കും ഉണ്ട് ആ സെയിം ഫീല്. അപ്പോൾ നമ്മൾ ജാനാകുമ്പോഴേക്കും നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നമ്മൾ ട്രൈ ചെയ്യും, ടിക്കറ്റ് അത് തുടങ്ങും, ടിക്കറ്റ് ചെക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പൊ അങ്ങനെ പറയാനായിട്ട് പറ്റില്ല നമുക്ക്. അങ്ങനെയുണ്ട്. ഈ ഫുഡ്, ഇവിടുത്തെ ഫുഡ് എന്തെങ്കിലും അമ്മ ഉണ്ടാക്കി തരുമോ? അമ്മൂമ്മ കഴിക്കണത്, അമ്മൂമ്മ ഉണ്ടാക്കണത്. എന്തൊക്കെയാണ് ഇവിടെ കഴിക്കുക? ഇവിടെ വന്നിട്ട് കൂടുതൽ ഇങ്ങനെ ഫ്രൂട്ട്സും കാര്യങ്ങളും. ഇവിടെ വന്നിട്ട് അമ്മൂമ്മ അവിടെ പൂരി ഉണ്ടാക്കി തരും. അമ്മൂമ്മ ഉണ്ടാക്കണം മോരൊക്കെ ഭയങ്കര, മോര്, പരിപ്പ്, ഓംലെറ്റ് അമ്മൂമ്മ ഉണ്ടാക്കണം, ഓംലെറ്റ്. പിന്നെ പരിപ്പും നെയ്യും പപ്പടം സാമ്പാറൊക്കെ കൂട്ടി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പറയണ രസമാണല്ലേ. പിന്നെ ഇവിടുത്തെ ചില ഫ്രൂട്ട്സ് ഉണ്ട്, ആൾക്ക് റംബൂട്ടാൻ, മാംഗോസ്റ്റീൻ. മാംഗോസ്റ്റീൻ അതൊക്കെ അവിടെ കിട്ടില്ലേ? മാംഗോസ്റ്റീൻ ഇത് ജാമുൻ, ഞാവൽപ്പഴം എന്ന് പറയുന്നതൊക്കെ ഭയങ്കര ഇഷ്ടം ഇവിടെ വന്ന് കഴിക്കാൻ. ഇവിടൊക്കെ പോമോഗ്രാനൈറ്റ് ഒക്കെ നല്ലതായിട്ട്. ഇവിടുത്തെ അവിടെ കിട്ടുന്നു ഇവിടെ കിട്ടുന്നു ടേസ്റ്റ് വ്യത്യാസമുണ്ട്. അപ്പൊ അവൾക്ക് ഇവിടുത്തെ ഇന്ത്യൻ ഇതിന്റെ ടേസ്റ്റ് ഫേവറേറ്റ്. അത് അടിപൊളി. ഇനി കുഞ്ഞുകുട്ടിക്കോ പറഞ്ഞേ, അനികയ്ക്ക് എന്തൊക്കെ ഇഷ്ടം കഴിക്കണല്ലേ? എനിക്ക് പൂരി കഴിക്കാൻ ഇഷ്ടം. ഞാൻ പറഞ്ഞതല്ല, ചക്ക. ഓ ചക്ക, ചക്ക ചക്ക അവിടെ കിട്ടില്ലല്ലേ? ചക്ക വറുത്തത് കിട്ടുമായിരിക്കും, പക്ഷെ നമുക്ക് കിട്ടും. അവിടെ നിങ്ങൾ അങ്ങനെ നോക്കിയാൽ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല അവിടെ. ഞാൻ പറയാം, ഞങ്ങള് ബേരിയ എന്ന് പറഞ്ഞ ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശരിക്കും ഒരു ലിറ്റിൽ ഇന്ത്യ ആണ്. അവിടെയുള്ള റെസ്റ്റോറൻറ്റ്സ് ആയാലും ഇന്ത്യൻ ഗ്രോസറി ഷോപ്സ് നോക്കി കഴിഞ്ഞാലും ഒന്നും അങ്ങനെ കിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാം ചക്ക മാങ്ങ എല്ലാം കിട്ടും. പക്ഷെ ഇവിടെ വരുമ്പോ അത് വ്യത്യാസമുണ്ട്. അതെ അതെ, ഇവിടെ വരുമ്പോ അത് അടിപൊളിയായിട്ട് കിട്ടും. അല്ലെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഇന്റർവ്യൂ എടുക്കുന്നത്? ഇതിന് ഇന്റർവ്യൂ എന്നാണ് പറയുന്നത്. നമ്മളിങ്ങനെ സംസാരിക്കുന്ന, ക്യാമറ വെച്ച് സംസാരിക്കുന്നതിന് ഇന്റർവ്യൂ എന്നാണ് പറയുന്നത്. എന്തിനാ അമ്മയെ പിടിച്ചിരുത്തി, നിങ്ങളെ പിടിച്ചിരുത്തി ഇന്റർവ്യൂ എടുക്കണേ? എന്താ കാര്യം? എന്താ അതിപ്പോ അറിയോ? എനിക്ക് ഓണസ്റ്റ്ലി അറിയില്ല. അമ്മ ജസ്റ്റ് പറഞ്ഞു അമ്മയ്ക്ക് ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, പിന്നെ ഞാൻ ജസ്റ്റ് എക്സൈറ്റഡ് ആയിരുന്നു. ഞാൻ തിരക്കില്ല. അല്ല അങ്ങനെ ഓണസ്റ്റ്ലി എനിക്ക് അറിയില്ല അമ്മയ്ക്കൊരു ഇന്റർവ്യൂ ഉണ്ടെന്ന് അമ്മ പറഞ്ഞു. സോ ഞാൻ ജസ്റ്റ് എക്സൈറ്റഡ് ആയിരുന്നു. അതാണ് അവളിപ്പോ പറഞ്ഞത്. അത്രേ ഉള്ളൂ, വേറെ അതിന്റെ കാരണമൊന്നും അന്വേഷിക്കാൻ പോയില്ല. അതെന്തുകൊണ്ടാണ് അമ്മയുടെ ഇന്റർവ്യൂ എടുക്കുന്നത് എന്നാണ് നിങ്ങൾ ചോദിക്കുന്നത്. എന്താണ് അമ്മ ഒരു ആക്ട്രസ് ആയിരുന്നു? ഓ, അങ്ങനെ തോന്നുന്നു. അറിയാം, കാര്യമൊക്കെ അറിയാം, പറയാൻ കുറച്ച് സമയം എടുത്തോന്നേ ഉള്ളൂ. എന്തുകൊണ്ടായിരിക്കും ഈ അമ്മയെ പിടിച്ചിരുത്തി ഇന്റർവ്യൂ ചെയ്യുന്നതെന്ന് അറിയാലോ? എന്തുകൊണ്ടാ? അമ്മ പഴയ നടിയായിരുന്നു. ഒരു പഴയ നടിയായിരുന്നു, ഒരു പഴയ കാലം നടി. മലയാളം സ്കിൽസ് എല്ലാം പുറത്തേക്ക്. ഈ അമ്മയുടെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ചോദിക്കാൻ എനിക്ക് തോന്നിയത് ചോദിച്ചിട്ടുണ്ടാവോ എന്ന് എനിക്കറിയില്ല. അമ്മ ഇപ്പോഴും അഭിനയിക്കാത്തതെന്ന് ചോദിച്ചിട്ടുണ്ടോ? പണ്ട് ചോദിച്ചിട്ടൊക്കെ ഉണ്ട് അമ്മ എന്ത് ഇപ്പൊ. ബിക്കോസ് എനിക്കൊരു നല്ല ഒരു നല്ല രസമാണ് അമ്മ ഇങ്ങനെ പടത്തിലൊക്കെ ഇങ്ങനെ അഭിനയിക്കണം എന്നൊക്കെ പറയും. എന്താ അമ്മ അഭിനയിക്കാത്ത? അമ്മ അഭിനയിക്കാത്ത വെച്ചാല് ഇപ്പൊ ഞാൻ ബിസി ആണല്ലോ, ഞാൻ അവിടെയാണ് കുട്ടികളുടെ കാര്യം നോക്കി, പ്രയോറിറ്റീസ് എല്ലാം ഇപ്പൊ വേറെയാണ്. പിന്നെ ഞാൻ ഡാൻസ് സ്കൂളും കാര്യങ്ങളായിട്ട് തിരക്കാണ്. പക്ഷെ ഇവിടെ 2 മാസത്തിലൊക്കെ വന്നു പോകാൻ കഴിയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. വേണമെങ്കിൽ കമ്മിറ്റ് ചെയ്യാം ഇല്ലേ? ഇല്ല, ആ സമയം എനിക്ക് എന്റെ ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യാനും മറ്റ് കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോഴും ഇവിടെ വരുമ്പോഴും എന്റെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യുക, അങ്ങനെയുള്ള വേറെ പ്രയോറിറ്റീസും കാര്യങ്ങളൊക്കെ അപ്പോഴും ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ. പിന്നെ ഇവിടെ ഉള്ളവർക്ക് തന്നെ അവസരങ്ങൾ ഉണ്ടോ, അതാണ് ഞാൻ ചോദിക്കുന്നത്. അതിന്റെ ഇടയിൽ ഞാനും കൂടി വന്ന് അധികം പറ്റാവണം.
അല്ല ഞങ്ങൾ ഈ പഴയ താരങ്ങളെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവരാറുണ്ട്, ഞെട്ടിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരും. അപ്പൊ അങ്ങനെ ഞെട്ടിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നൂടെ എന്നാണ് ചോദിക്കുന്നത്. അല്ല, അത് നമ്മളല്ലല്ലോ കൊണ്ടുവരുന്നത്, അത് നമ്മളെ വിളിച്ച് അത്രയും ഞാൻ ചെയ്ത സിനിമകളെല്ലാം അങ്ങനെയായിരുന്നു. തമിഴായാലും എല്ലാം എന്റെ വന്ന സിനിമകളെല്ലാം ഞാൻ ആദ്യം നോവാ പറഞ്ഞിരിക്കുന്നത്. പിന്നെ അത് നിങ്ങൾ തന്നെ ചെയ്യണം, അത് നിങ്ങളെ നിങ്ങളുടെ ഫേസ് ആണ് അതിന് ആപ്റ്റായിട്ടുള്ളത് എന്ന് അങ്ങനെ പറഞ്ഞ്, നിങ്ങളെ പോലെ ഒരു കുട്ടിയാണ് എനിക്ക് ഈ റോളിന് വേണ്ടത്, അങ്ങനെ വന്ന പടങ്ങളാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പൊ അത്രയും നമ്മളെ ഇങ്ങ് വന്ന് വിളിച്ച് ചോദിച്ച് ചെയ്തതാണ്. അപ്പോൾ ഞാൻ എന്താ പറയുക, ഇപ്പൊ അത്രയ്ക്ക് അങ്ങനെ ഒരു ഡിമാൻഡുള്ള ആളൊന്നായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഇവിടെ ഒരുപാട് പേരുണ്ട്, അവർക്ക് തന്നെ അവസരങ്ങൾ, വേണ്ടത്ര അവസരങ്ങൾ, കഴിവുള്ളവർക്ക് തന്നെ ഒരുപാട് അവസരങ്ങൾ കിട്ടുന്നില്ല. അപ്പോ ഞാൻ എന്തിനാ പിന്നെ നമ്മള് വെറുതെ ഉള്ളവര് ചെയ്യട്ടെ. സംസാരിക്കാൻ സന്തോഷം, എന്നെ വിളിച്ചതിലും വളരെയധികം സന്തോഷം, കാണാൻ കഴിഞ്ഞതിലും ഇന്ററാക്ട് ചെയ്യാൻ പറ്റിയതിലും.